ഹായ്, ഇറ്റ്സ് മീ ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. മിസ്റ്റി ലാൻഡ്, ഗ്ലാസ് ബ്രിഡ്ജ്, മലപ്പുറം ജില്ലയിലെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കേരളം എത്ര സുന്ദരമാണല്ലേ, വളരെ മനോഹരമാണ് നമ്മുടെ കേരളം. ഇത്ര മനോഹരമായ കേരളത്തെ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളെങ്ങനെയാണ് കേരളത്തെ ട്രീറ്റ് ചെയ്യുന്നത്. ഹൈജീനിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരാളുടെ ലൈഫിൽ. ഹൈജീനിക്, പേഴ്സണൽ ഹൈജീനിക് ഉണ്ട്. അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ റൂം, നമ്മൾ സ്റ്റേ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹൈജീനിക്കിൻ്റെ ഭാഗമാണ്. നമ്മുടെ പേഴ്സണൽ ഹൈജീനിക് പോലെ തന്നെയാണ് നമ്മുടെ റൂംസും നമ്മുടെ പബ്ലിക് ഏരിയ എല്ലാം ഹൈജീനിക്കിൻ്റെ ഭാഗമായി വെക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരിക്കലും തന്നെ നമുക്കത് നടക്കാറില്ല അല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ റൂം എത്ര മനോഹരമായിട്ട് സൂക്ഷിക്കുന്നുവോ അത്രയും മനോഹരമായിട്ട് തന്നെ നമ്മളേവരും നമ്മുടെ പബ്ലിക് ഏരിയ സൂക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മുടെ റൂമിൽ നമ്മളൊരു താമസക്കാരനാണ്. കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ റൂമിൽ നിന്ന് മാറും. നമ്മൾ ഈ ലോകത്ത് നിന്ന് പോവും, അടുത്ത ആൾ ആ റൂമിൽ താമസിക്കാൻ വരും. അതേപോലെ തന്നെയാണ് ഈ ലോകവും. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഒരു താമസക്കാരാണ്. കുറച്ച് നാൾ നമ്മൾ ഈ ലോകത്തിൽ താമസിക്കുന്നു, നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുന്നു. അപ്പോൾ ഈ ലോകവും വളരെ മനോഹരമായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. ഈ ലോകം കണ്ടില്ലേ, എത്ര മനോഹരമായ സ്ഥലമല്ലേ? ഇതേപോലെ ഇപ്പം നമ്മൾ ചില പബ്ലിക് ഏരിയയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ അടച്ചിട്ട് ആ ഭാഗത്തേക്ക് പോകാൻ തന്നെ കൂട്ടാക്കില്ല. അതൊക്കെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേഴ്സണൽ ഹൈജീനിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും തുറന്നുള്ള വൃത്തി നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത് ഇവിടുന്ന് പോകാനാണ്. നമ്മുടെ റൂം വൃത്തിയാക്കുന്ന പോലെ തന്നെ, നമ്മുടെ വീട് വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മൾ പബ്ലിക് ഏരിയയും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഇറ്റ്സ് മീ ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു.